നമസ്കാരം. ശബരിമല സന്നിധാനത്തെ കൊടിമര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്ന സ്വർണ്ണക്കവർച്ച ആരോപണങ്ങൾ അത് കേരള രാഷ്ട്രീയത്തെയും സിനിമാ ലോകത്തെയും ഒരുപോലെ പിടിച്ചുലയ്ക്കുകയാണ്. കേവലം ഒരു അഴിമതി ആരോപണമെന്ന നിലയിൽ നിന്ന് മാറിക്കൊണ്ട് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെയും വെള്ളിത്തിരയിലെ സൂപ്പർ താരങ്ങളെയും ഒരേപോലെ പ്രതിക്കൂട്ടിലാക്കുന്ന വൻ ഗൂഢാലോചനയിലേക്കാണ് അന്വേഷണം വിരൽ ചൂണ്ടുന്നത്. ഈ കേസിന്റെ പ്രാരംഭഘട്ടത്തിൽ CPM-നെ ലക്ഷ്യം വെച്ചുള്ള ആരോപണങ്ങൾ ഉയർന്നുവെങ്കിലും അന്വേഷണം പുരോഗമിക്കവേ BJP-യും കോൺഗ്രസും ഒരുപോലെ പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും മറവിൽ നടന്ന ഈ സ്വർണ്ണ ഇടപാടുകൾ ഇപ്പോൾ ഒരു രാഷ്ട്രീയ ഭൂകമ്പമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ കേസിൽ BJP നേതാക്കളുടെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്തു വന്നതോടെ അന്വേഷണം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയിലേക്കും നീളുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് BJP-യുടെ ഉന്നത നേതാക്കളുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന സൂചനകൾ ശരിവെക്കുന്ന ദൃശ്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. കർണാടക മുൻ മുഖ്യമന്ത്രി സദാനന്ദ ഗൗഡയും അതോടൊപ്പം തന്നെ മുൻ ഉപമുഖ്യമന്ത്രി അശ്വന്ത് നാരായണൻ എന്നിവർക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി പൊതുപരിപാടികളിൽ പങ്കെടുത്തത് BJP-യെ വലിയ പ്രതിരോധത്തിലാക്കിയിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെയാണ് കേരളത്തിൽ നിന്നുള്ള BJP-യുടെ കരുത്തുറ്റ മുഖമായിട്ടുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അന്വേഷണ സംഘത്തിന്റെ മുൾമുനയിലാകുന്നത്. കേരളത്തിന് നിരവധി പ്രഖ്യാപനങ്ങൾ, പ്രത്യേകിച്ചും എയിംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുമെന്ന് നിരന്തരം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിക്ക് ഇപ്പോൾ വിജിലൻസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുന്നിൽ ഹാജരാകേണ്ടി വരുന്നു എന്നത് രാഷ്ട്രീയ എതിരാളികൾക്ക് വലിയ ആയുധമായി തന്നെ മാറിയിരിക്കുകയാണ്. മലയാള സിനിമാ ലോകത്തെ പ്രമുഖരുടെ ഒരു നീണ്ട നിര തന്നെ ഈ സ്വർണ്ണ ഇടപാടുമായി ബന്ധപ്പെട്ട് വിജിലൻസിൻ്റെ നിഴലിലുണ്ട്. കൊടിമരത്തിൻ്റെ പുനർനിർമ്മാണത്തിനായിട്ട് സ്വർണ്ണ ബിസ്ക്കറ്റുകളും നാണയങ്ങളും വാരിക്കോരി നൽകിയ ഭക്തരുടെ പട്ടിക പരിശോധിച്ചപ്പോൾ അതിൽ സിനിമാ മേഖലയിലെ പ്രമുഖരുടെ സാന്നിധ്യം അന്വേഷണ സംഘത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. സംവിധായകൻ ഷാജി കൈലാസ്, തിരക്കഥാകൃത്ത് രഞ്ജി പണിക്കർ, അതോടൊപ്പം തന്നെ നിർമ്മാതാവ് സുരേഷ് കുമാർ എന്നിവർ സ്വർണ്ണ നാണയങ്ങൾ സംഭാവനയായിട്ട് നൽകിയെന്ന് SITക്ക് മൊഴി നൽകി കഴിഞ്ഞു. തങ്ങൾ നൽകിയ സ്വർണ്ണത്തിൻ്റെ കൃത്യമായ അളവും കണക്കും ഇവർ അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ സൂപ്പർ താരങ്ങളായിട്ടുള്ള മോഹൻലാലും സുരേഷ് ഗോപിയും മൊഴി നൽകാൻ തയ്യാറാണെന്ന് വിജിലൻസിനെ ഔദ്യോഗികമായിട്ട് അറിയിച്ചതോടെ സിനിമാ മേഖലയിലെ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അധികൃതർ. കൊടിമര പുനർനിർമ്മാണ വേളയിൽ സ്വർണം സ്വീകരിക്കുന്നതിൽ ഗുരുതരമായ ചട്ടലംഘനങ്ങൾ നടന്നുവെന്ന് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസറെ ചുമതലപ്പെടുത്തിയിരുന്നിട്ടും അന്നത്തെ അഡ്വക്കേറ്റ് കമ്മീഷണർ ASP കുറുപ്പ് നേരിട്ടാണ് ഭക്തരിൽ നിന്നും സ്വർണം കൈപ്പറ്റിയത്. ഇത് നിലവിലുള്ള നിയമങ്ങളുടെയൊക്കെ ലംഘനമാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ്. സ്വർണ്ണ ബിസ്ക്കറ്റുകളും നാണയങ്ങളും കൈപ്പറ്റിയപ്പോൾ അവയ്ക്ക് കൃത്യമായ രസീതുകൾ നൽകുന്നതിൽ വീഴ്ച വരുത്തിയതായിട്ടും ലഭിച്ച സ്വർണ്ണത്തിൽ ഒരു ഭാഗം ഇവിടെ ഉപയോഗിച്ചു എന്നതിനെക്കുറിച്ച് രേഖകളൊന്നുമില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. ഈ അഴിമതിയുടെ ആഴം അളക്കാൻ സെലിബ്രിറ്റികൾ ഉൾപ്പെടെയുള്ള 27 പേരുടെ മൊഴികൾ നിർണായകമാകുമെന്നാണ് വിജിലൻസ് കരുതുന്നത്. അന്വേഷണം കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള തലങ്ങളിലേക്ക് കൊണ്ടുപോകാനാണ് വിജിലൻസ് DYSP CS ഹരിയുടെ നേതൃത്വത്തിലുള്ള സംഘം തീരുമാനിച്ചിരിക്കുന്നത്. സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങൾ, ശ്രീകോവിലിൻ്റെ വശങ്ങളിലെ തൂണുകൾ, കട്ടിളപ്പാളികൾ എന്നിവിടങ്ങളിൽ നിന്ന് ശേഖരിച്ച സ്വർണ്ണ സാമ്പിളുകൾ കോടതിയിൽ ഹാജരാക്കാൻ ഒരുങ്ങുകയാണ്. തുടർന്ന് ഇവ ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലാബിലേക്ക് രാസപരിശോധനയ്ക്കായിട്ട് അയക്കും. ഈ ഒരു പരിശോധനാ ഫലം അത് പുറത്തു വരുന്നതോടെ ശബരിമലയിൽ ഉപയോഗിച്ച സ്വർണത്തിൻ്റെ അളവിലും ഗുണനിലവാരത്തിലും എത്രത്തോളം തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നത് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തിരുവനന്തപുരം, പത്തനംതിട്ട യൂണിറ്റുകളിലെ CIമാരും ഉൾപ്പെടുന്ന വിപുലമായിട്ടുള്ള സംഘമാണ് ഈ കേസിലെ ഓരോ തെളിവും സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നത്. 2017 നടന്ന കൊടിമര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഈ സ്വർണ്ണക്കണക്ക് വർഷങ്ങൾക്കിപ്പുറം BJPക്കും സുരേഷ് ഗോപിക്കും വലിയൊരു രാഷ്ട്രീയ പരീക്ഷണമായി തന്നെ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അന്ന് കേവലം പാർട്ടി നേതാവായിരുന്ന സുരേഷ് ഗോപി ഇന്ന് കേന്ദ്രമന്ത്രിസഭയിലെ അംഗമാണ് എന്നത് കേസിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. നിർമ്മാണത്തിനായിട്ട് ലഭിച്ച സ്വർണ്ണത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശമാണ് ഇപ്പോൾ ഈ വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം എത്തിച്ചിരിക്കുന്നത്. എയിംസ് എന്ന സ്വപ്നം കേരളത്തിന് ലഭിക്കുമോ ഇല്ലയോ എന്നത് മാറ്റി നിർത്തിയാൽ പോലും ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അതിൽ നിന്നും പുറത്തു കടക്കുക എന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായിരിക്കും. വരും ദിവസങ്ങളിൽ കൂടുതൽ താരങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും മൊഴികൾ പുറത്തു വരുന്നതോടെ കേരളം കണ്ട ഏറ്റവും വലിയ സ്വർണ്ണ അഴിമതിയുടെ ചുരുളഴിയുമെന്ന കാര്യം ഇവിടെ ഉറപ്പായിരിക്കുകയാണ്.